ഐക്യമത്യ മഹാബലം പോലെ തന്നെയാണ്. ഒരുമിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്ന് ഉറച്ച് ബോധ്യമുള്ള പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കാറുണ്ട്. കൂട്ടായ പരിശ്രമം വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമാണ്. ഇടുക്കി മൂലമറ്റം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ IT ലാബ് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിരവധി പേർ നല്ല അടപ്രഥമൻ കഴിച്ചതിൻ്റെ ഫലമാണ് ഈ അടിപ്പൻ ലാബ്. മൂലമറ്റം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ IT ലാബാണിത്. അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇതിങ്ങനെ ആധുനിക രീതിയിൽ മാറിയതിന് പിന്നിൽ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ കഥ കൂടിയുണ്ട്. അസൗകര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നു പഴയ ലാബിൽ. ബെഞ്ചും ഡെസ്കുമാണ് ഉണ്ടായിരുന്നത്. നല്ല വയറിങ്ങോ അനുബന്ധ ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇന്ന് മാറിയിരിക്കുന്നു. ഈ മാറ്റം ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും. നാട്ടുകാരെ നല്ല അടപ്രഥമൻ കഴിപ്പിച്ചാണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത്. നമ്മുടെ കുട്ടികൾ സംസ്ഥാന തലം വരെ റോബോട്ടിക്സ്, അതുപോലെ YIP ശാസ്ത്രപഥത്തിൻ്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത മിടുക്കന്മാരായ കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ നമ്മുടെ ലാബിനെ ഒന്ന് നവീകരിക്കണം എന്നൊരു ആഗ്രഹം. അത് നമ്മൾ PTA എക്സിക്യൂട്ടീവ് കൂടി ഇപ്പോൾ PTAയിൽ അറിയിച്ചു. അവർ 100% പൂർണ്ണ സപ്പോർട്ടോടു കൂടി നമുക്കൊരു പായസ ചലഞ്ച് നടത്തി നമ്മുടെ ലാബ് നവീകരിക്കുന്നതിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്താം എന്നൊരു തീരുമാനം എടുത്തു. പായസം ചലഞ്ചിലൂടെ 1 ലക്ഷം രൂപയാണ് PTA സമാഹരിച്ചത്. 400 ലിറ്റർ പായസം വിറ്റു. ലിറ്ററിന് 250 രൂപയായിരുന്നു വില. ഓർഡർ കണ്ടെത്താൻ നമ്മുടെ ഇവിടുത്തെ അധ്യാപകരും പിന്നെ നാട്ടിലുള്ള പ്രമുഖമായ കടകളിൽ ഓഫീസുകൾ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം കയറി ഇറങ്ങി അവിടെ പോയി നമ്മൾ ഫ്രീ ആയിട്ട് ഓർഡർ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പായസം തികഞ്ഞില്ല എന്നാണ് പറയാം. കാരണം അത് കൂടുതൽ പ്രതീക്ഷയെക്കാട്ടിലും കൂടുതൽ സ്വീകാര്യത പ്രോഗ്രാമിന് കിട്ടി. 8, 9, 10 ക്ലാസ്സുകളിലായി 154 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഇവർക്കായുള്ള IT ലാബിൽ 24 ലാപ്ടോപ്പുകളുണ്ട്. ഇന്റർനെറ്റ് കഫേ മോഡലിൽ ഓരോരുത്തർക്കും ഓരോ ക്യാബിനുകൾ നൽകാനായിരുന്നു ആദ്യ തീരുമാനം. പിന്നീടാണ് ക്യാബിൻ വേണ്ടെന്ന് തീരുമാനിച്ചത്. പായസം ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ നിരവധി ചലഞ്ചുകൾ നടക്കാറുണ്ട്. ഇതുകൊണ്ടൊക്കെ വലിയ ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് മൂലമറ്റം സ്കൂളിലെ ഈ IT ലാബ്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി. സ്കൂളിൻ്റെ വികസനവും അടപ്രഥമനും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചിന്തിച്ചില്ലേ? അതാണ് അടപ്രഥമൻ വിചാരിച്ചാൽ എന്ത് നടക്കും എന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ അടപ്രഥമൻ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അടപ്രഥമൻ്റെ പിന്നിലുള്ള ആ നല്ല മനസ്സുകൾ, അത് വിചാരിച്ചപ്പോഴാണ് വലിയ മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്.